वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो पञ्चतत्त्वात्मकं कृष्णं भक्तरूपास्वरूपं भक्तावतारं भक्ताख्यां नमामि भक्तशक्तिं नित्यानन्दमहन्नं सर्वानन्दकरं परं हरिनामदेवं वदूतशिरोमणि नमो महावदिन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्या नाम्ने गौरकृष्णं नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधि नाम्ने नमस्ते सारस्वते देवी गौरवान् प्रचारणे निर्विशेषशून्यवादी शातिदेशधारिणे श्रीकृष्ण चैतन्य प्रभु नित्यानन्द प्रिय द्वैत गदाधरा सादि गौर भक्त हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे गुरुवे गौरसुताय राधिकाय तदारे कृष्णाय कृष्ण भक्ताय भक्ताय प्रभुपाद श्री गुरुदास देवताय दीपबन्धु मत्सङ्गिन् मद्गुरु मन्महादना ष्टारकमद्भाग्य मदानन्दा नमोऽस्तुते ग्रन्थराज श्रीमद्भागवतम विजय ശ്രീമദ്ഭാഗവതം സപ്തമസ്കന്ധം 4-ാം അധ്യായം ശ്ലോകം 1. നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കാണ്. അല്ലെ, ഹിരണ്യകശിപുവിന്റെ ആവശ്യങ്ങൾ, അല്ലെ, വരങ്ങൾ ചോദിക്കുകയുണ്ടായി ബ്രഹ്മാവിനോട്. ഒരു തരത്തിലുള്ള ജീവികളിൽ നിന്നും വധിക്കപ്പെടാതെ ഇരിക്കാനായിട്ട്, അല്ലെ. നേരത്തെ നമ്മള് ഷഷ്ഠസ്കന്ധത്തില് ഒരസുരനെ കുറിച്ച് പഠിക്കുകയുണ്ടായി, വൃത്രാസുരനെ, അല്ലെ. വൃത്രാസുരൻ ഭഗവാന്റെ ഭക്തനായിരുന്നു, അല്ലെ. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയും അത്രയും മനോഹരമായിട്ടുള്ളതാണ്. ഇതിൽ പറയുന്നു, ഒരു അഷ്ടസിദ്ധികളും എനിക്ക് ആവശ്യമില്ല. എന്നാൽ ഇവിടെ ഹിരണ്യകശിപു ധാരാളം വരങ്ങൾ, അവസാനം അഷ്ടസിദ്ധികളും ഒക്കെ ലഭിക്കുവാനായിട്ടാണ് പറയുന്നത്, അല്ലെ. അതാണ് ഡിവോട്ടിയും ഒരു ഭക്തനും ഒരു അസുരനും തമ്മിലുള്ള വ്യത്യാസം. ഒരു മോശം പോലും ആഗ്രഹമില്ല. ഭഗവാനെ പിരിഞ്ഞിരിക്കുന്ന മോശം പോലും എനിക്ക് ആവശ്യമില്ല. അതേസമയം ഇവിടെ ബ്രഹ്മാവിൻ്റെത് പോലുള്ള പദവിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും ഹരേ കൃഷ്ണ.
ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, 4-ാമത്തെ അധ്യായം കാണല്ലേ സ്ക്രീൻ അല്ലേ? ഹരേ കൃഷ്ണ. കാണാം ഗുരുജി. ഹരേ കൃഷ്ണ. ഹിരണ്യകശിപു പ്രപഞ്ചത്തെ ഭീതിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ അധ്യായം. നമുക്ക് അതിന്റെ സമ്മറി നോക്കാം. ഹിരണ്യകശിപു ബ്രഹ്മാവിൽ നിന്ന് എങ്ങനെയാണ് ശക്തി നേടിയതെന്നും അത് പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവികളെയും ദ്രോഹിക്കാൻ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്തതെന്നും ഈ അധ്യായത്തിൽ വിസ്തരിക്കുന്നു. ഹിരണ്യകശിപു കഠിന തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മദേവനെ സംപ്രീതനാക്കി അവൻ ആഗ്രഹിച്ച വരങ്ങൾ നേടി. മിക്കവാറും നശിച്ചു കഴിഞ്ഞിരുന്ന അവന്റെ ശരീരം ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചതിന് ശേഷം സ്വർണപ്രഭയാർന്ന പൂർണ്ണ സൗന്ദര്യത്തോടെ പുനരുജ്ജീവിപ്പിച്ചു. എന്നിരുന്നാലും വിഷ്ണു ഭഗവാൻ തന്റെ സഹോദരനെ വധിച്ച സംഭവം വിസ്മരിക്കുവാൻ കഴിയാതിരുന്ന അവൻ വിഷ്ണു ഭഗവാനോട് ശത്രുത തുടർന്നു. ഹിരണ്യകശിപു ദേവന്മാരും അസുരന്മാരും ഉൾപ്പെടെ 10 ദിശകളിലും 3 ലോകങ്ങളിലുമുള്ള എല്ലാ ജീവരാശികളെയും തന്റെ നിയന്ത്രണത്തിലാക്കി. ദേവേന്ദ്രനെ പുറത്താക്കി സ്വർഗലോകം ഉൾപ്പെടെ സർവ്വലോകങ്ങളുടെയും ഉടമയായി അത്യാഡംബര ജീവിതം നയിക്കാൻ ആരംഭിച്ച അവൻ അഹങ്കാരത്താൽ ഉന്മത്തനായിത്തീർന്നു. വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും മഹാദേവനും ഒഴികെയുള്ള എല്ലാ ദേവന്മാരും അവന്റെ നിയന്ത്രണത്തിന് കീഴിലായി അവനെ സേവിക്കാൻ ആരംഭിച്ചു. ഇത്രയും ശക്തനായിരുന്നിട്ടും വൈദിക ക്രമങ്ങളെ ലംഘിക്കുന്നതിൽ ഗർഭിഷ്ഠനായത് മൂലം അവൻ അസംതൃപ്തനായിരുന്നു. എല്ലാ ബ്രാഹ്മണരും അവനിൽ അതൃപ്തരാവുകയും ദൃഢനിശ്ചയത്തോടെ അവനെ ശപിക്കുകയും ചെയ്തു. അവസാനം ദേവന്മാരും മഹർഷിമാരും ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവരാശികളും ഹിരണ്യകശിപുവിന്റെ ഭീകര ഭരണത്തിൽ നിന്നും ആശ്വാസം തേടി ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹിരണ്യകശിപു സൃഷ്ടിക്കുന്ന ഭീകരാവസ്ഥയിൽ നിന്നും ദേവന്മാരെയും മറ്റ് ജീവസത്തകളെയും രക്ഷിക്കാമെന്ന് വിഷ്ണു ഭഗവാൻ ദേവന്മാർക്ക് വാക്കു നൽകി. ഹിരണ്യകശിപു ദേവന്മാർക്കും വേദങ്ങളുടെ അനുയായികൾക്കും ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ധാർമ്മികരായ വിശുദ്ധ വ്യക്തികൾക്കും ദ്രോഹം ചെയ്യുന്നവനായതിനാലും ഭഗവാനിൽ ശത്രുതയുള്ളവനായതിനാലും അവൻ സ്വാഭാവികമായും ഉടനെ വധിക്കപ്പെടും. മഹാഭക്തനും ശ്രേഷ്ഠ വൈഷ്ണവനുമായിരുന്ന സ്വപുത്രനായ പ്രഹ്ലാദനെ പീഡിപ്പിക്കായിരുന്നു ഹിരണ്യകശിപുവിന്റെ അവസാന ഉദ്യമം. ദേവന്മാർ ഭഗവാനാൽ ഇപ്രകാരം സമാശ്വസിപ്പിക്കപ്പെട്ടതോടെ ഹിരണ്യകശിപുവിനാൽ തങ്ങൾക്ക് സൃഷ്ടിക്കപ്പെട്ട ദുരിതങ്ങൾക്ക് അന്ത്യമുണ്ടാകുമെന്ന് മനസ്സിലാക്കി എല്ലാവരും സംതൃപ്തരായി. അനന്തരം നാരദമുനി ഹിരണ്യകശിപുവിന്റെ പുത്രൻ പ്രഹ്ലാദന്റെ സവിശേഷതകളും യോഗ്യനായ സ്വപുത്രനോട് പിതാവ് എങ്ങനെയാണ് ശത്രുത പുലർത്തിയെന്നും വിവരിക്കുന്നു. ഈ വിധത്തിൽ ഈ അധ്യായം അവസാനിക്കുന്നു. ശ്രീല പ്രഭുപാദ് കീ ജയ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച ഏവം മൃതശതധൃതിർഹിരണ്യകശിപോ പ്രാദാത് തപസാ പ്രീതോ പരാംസ്തസ്യാസു ദുർലഭാൻ. ശ്രീനാരദ ഉവാച ഏവം മൃതശതധൃതിർഹിരണ്യകശിപോ പ്രാദാത് തപസാ പ്രീതോ വരാംസ്തസ്യാസു ദുർലഭാൻ.
ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച. നാരദ ഉവാച. ഏവം വൃഥാ ശതധൃതിർഹിരണ്യാകശിപോരഥ. ഏവം വൃഥാ ശതധൃതിർഹിരണ്യകശിപുഃ പ്രാദാത്തപസാ പ്രീതോ വരാംസ്തസ്യാസു ദുർലഭാൻ. ശ്രീനാരദ ഉവാച. ഏവം വൃഥാ ശതധൃതിർഹിരണ്യാകശിപോരഥ. പ്രാദാത്തപസാ പ്രീതോ വരാംസ്തസ്യാസു ദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഒരാളായിട്ട് ചൊല്ലിക്കോളൂ. പത്മകുമാരി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ നാരദ ഉവാച. ഏവം വൃതശതധൃതിർഹിരണ്യകശിപോ പ്രാതഃതപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അംബികാശ്വരി ദേവദാസ് മാതാജി ചൊല്ലിക്കോളൂ. മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം ഹരേ കൃഷ്ണ നമോ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച. ഏവം മൃതശതധൃതിർഹിരണ്യകശിപോ രഥാ. പ്രാദാത്തപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മാലതി ശ്യാം ദേവദാസ് മാതാജി ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച. ഏവം മൃതശതധൃതിർഹിരണ്യകശിപോ രഥാ. പ്രാദാത്തപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. രാമേന്ദ്ര പ്രഭു ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച. ഏവം മൃതശതധൃതിർഹിരണ്യകശിപോ രഥാ. പ്രാദാത്തപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. വിദ്യുതാണ് മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച. ഏവം വൃതശതധൃതിർഹിരണ്യകശിപോ രഥാ. പ്രദാത്തപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സീതാരാമൻ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച. ഏവം വൃതശതധൃതിർഹിരണ്യകശിപോ രഥാ. പ്രാദാത്തപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പങ്കജാക്ഷി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച. ഏവം വൃതശതധൃതിർഹിരണ്യകശിപോ രഥാ. പ്രാദാത്തപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നിർമ്മല മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ഓം ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച. ഏവം വൃതശതധൃതിർഹിരണ്യകശിപോ രഥാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാജി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ
ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച ഏവം വൃദ്ധാശതധൃതിർഹിരണ്യകശിപോരഥാ പ്രദാത്തപസാ പ്രീതോ വരാം തസ്യാസു ദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശാരദശുഭസ്മൃതി ദസ്മത് ജയിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ നാരദ ഉവാച ഏവം വൃതഃ ശതധൃതിർ ഹിരണ്യകശിപോരഥ പ്രാദാത്തപസാ പ്രീതോ വരാൻ തസ്യാസു ദുർലഭാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വത്സല ഷാജി മാതാ ജയിച്ചത്. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച ഏവം വൃത ശതധൃതിർ ഹിരണ്യകശിപോരഥാ പ്രാധാത്തപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സ്വർണ്ണപ്രഭ മാതാ ജയിച്ചത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച ഏവം മൃതശതധൃതിർഹിരണ്യകശിപോരഥാ പ്രാദാത്തപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രസന്നകുമാരി മാതാ ജയിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച ഏവം വൃതാ ശതധൃതിർ ഹിരണ്യകശിപോരഥ പ്രാദാത്തപസാ പ്രീതോ വാരാം തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വസന്ത മാതാ ജയിച്ചത്. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച ഏവം വൃതശരധൃതിർഹിരണ്യകശിപോരഥ പ്രാദാത്തപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രമണി മാതാ ജയിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച ഏവം വൃത ശതധൃതിർ ഹിരണ്യകശിപോരഥാ പ്രാദാത്തപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രത്ന ശശിധരൻ മാതാ ജയിച്ചത്. സോറി, ശാരദജി നമ്പൂതിരി മാതാ ജയിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീനാരദ ഉവാച ഏവം വൃത ശരധൃതിർഹിരണ്യകശിപോരഥ പ്രാതസ്യ പ്രീതോ വരാം തസ്യ സുദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് മറ്റുള്ളവർക്ക് അടുത്ത ശ്ലോകം ചൊല്ലാം. നാരദമുനി തുടർന്നു, അനുഷ്ഠിക്കുവാൻ വളരെ ക്ലേശങ്ങളായിരുന്ന ഹിരണ്യകശിപുവിന്റെ തപസ്സുകളിൽ ബ്രഹ്മദേവൻ വളരെയധികം സംപ്രീതനായി. അതുകൊണ്ട് വരങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അവ നൽകി. ഒരുവന് വളരെ അപൂർവമായി മാത്രമേ ആ വരങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുള്ളൂവെങ്കിലും ഫോണിലെ ഷെയർ ചെയ്തത് ഹാങ് ആകുന്ന ഇടയ്ക്ക് എന്താണ്.
ഓക്കെ, രണ്ടാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ബ്രഹ്മോവാച താദേമി ദുർലഭാ പുംസാം യാൻ വൃണീഷേ വരാൻ മമ തഥാപി വിതരാമംഗ്യ വരാന്യദപി ദുർലഭാൻ. ശ്രീ ബ്രഹ്മോവാച താദേമി ദുർലഭാ പുംസാം യാൻ വൃണീഷേ വരാൻ മമ തഥാപി വിതരാമംഗ്യ വരാന്യദപി ദുർലഭാൻ. ശോഭവജ്യമാതജി ചൊല്ലു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ബ്രഹ്മോവാച താദാ മേ ദുർലഭ പുംസാം യാൻ വരാൻ മമ തഥാ വിവിധരാമംഗ വരാനദപി ദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അനിതട്ടി മാതജി ചൊല്ലു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ബ്രഹ്മോവാച തദേമേ ദുർലഭ പുംസാം യാൻ വൃണീഷേ വരാൻ മമ തഥാപി വിതരാമ്യംഗ വരാൻ യദപി ദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സുമിത്ര ശാന്തി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ബ്രഹ്മോവാച താതാ മേ ദുർലഭം പുംസാം യാൻ വൃഷീഷേ വരാൻ മമ തഥാപി വിതരാമ്യംഗ വരാൻ യദപി ദുർലഭാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാരുതമംഗളതീതസ് മാതജി ചൊല്ലു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീ ബ്രഹ്മോവാച താദേ മേ ദുർലഭ പുംസാം യാൻ വൃണീഷേ വരാൻ മമ തഥാപി വിതരാമ്യംഗ വരാൻ യദപി ദുർലഭാൻ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതജി. ശാന്തദേവി മാതജി. ഹരേ കൃഷ്ണ മാതജി ചൊല്ലു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ബ്രഹ്മോവാച താദേമ ദുർലഭ പുംസാം യാൻ വൃണേഷേ വരാൻ മമ തഥാപി വിതരാമംഗ്യ വരാൻ യദപി ദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭാരതമ്മ മാതജി ചൊല്ലു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ബ്രഹ്മോവാച താദേമേ ദുർലഭ പുംസാം യാൻ വൃണീഷേ വരാൻ മമ തഥാപി വിതരാമ്യംഗ വരാൻ യദപി ദുർലഭാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതജി. അനുപ്രതി മാതജി ചൊല്ലു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ബ്രഹ്മോവാച താദേ മേ ദുർലഭ പുംസാം യാൻ വൃണീഷേ വരാൻ മമ തഥാപി വിതരാമ്യംഗ വരാൻ യദപി ദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശശിധരൻ മാതജി ചൊല്ലു. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. ശ്രീ ബ്രഹ്മോവാച തഥാ മേ ദുർലഭം പുംസാം യാൻ വൃണീഷേ വരാൻ മമ തഥാപി വിതരാമൃംഗ വരാൻ യദാപി ദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഉഷാനായർ മാതജി ചൊല്ലു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉഷാനായർ മാതജി ചൊല്ലു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മോവാച താദേമ ദുർലഭ പുംസാം യാൻ വൃണീഷേ വരാൻ മമ തഥാപി വിതരാമ്യംഗ വരാൻ യദപി ദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വത്സല ഗോപാലൻ മാതജി ചൊല്ലു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ബ്രഹ്മോവാച താദേ മേ ദുർലഭ പുംസാൻ യാൻ വൃണീഷേ വരാൻ മമ തഥാപി വിതരാമ്യംഗ വരാൻ യദപി ദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സാവിത്രി ബഷീർ മാതജി ചൊല്ലു. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ബ്രഹ്മോവാച താദേ മേ ദുർലഭ പുംസാം യാൻ വൃണീഷേ വരാൻ മമ തഥാപി വിതരാമ്യംഗ്യ വരാൻ യദ്യപി ദുർലഭാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.
നമുക്ക് മറ്റുള്ളവർക്ക് അടുത്ത ശ്ലോകം ചെല്ലാം. ഇതിന്റെ ഉത്തരം ഭാവാർത്ഥം ബ്രഹ്മദേവൻ പറഞ്ഞു, അല്ലയോ ഹിരണ്യകശിപു, നീ എന്നോട് ആവശ്യപ്പെട്ട ഈ വരങ്ങൾ നേടാൻ പ്രയാസകരമാണ്. എന്നിരുന്നാലും പ്രിയപ്പെട്ട പുത്ര, ഞാനവ നിനക്ക് നൽകാം. ഭാവാർത്ഥ സാംസ്കൃത പ്രഭുപാദ്. ഭൗതിക അനുഗ്രഹങ്ങൾ വാസ്തവത്തിൽ അനുഗ്രഹങ്ങൾ എന്ന് വിളിക്കാൻ യോഗ്യമല്ല. ഒരുവൻ അധികം വരങ്ങൾ നേടിയാൽ വരം തന്നെ ശാപമായി മാറും. എന്തുകൊണ്ടെന്നാൽ ഭൗതിക ഐശ്വര്യങ്ങൾ നേടാൻ വളരെ പ്രയാസം അനുഭവിക്കണമെന്നതുപോലെ തന്നെ അവ സംരക്ഷിക്കുവാനും അത്യധികം ക്ലേശിക്കണം. ഹിരണ്യകശിപു ആവശ്യപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം നൽകാൻ താൻ തയ്യാറാണെങ്കിലും ഹിരണ്യകശിപുവിന് ആ വരങ്ങളുടെ ഫലങ്ങൾ സംരക്ഷിക്കുവാൻ വളരെ ക്ലേശിക്കേണ്ടി വരുമെന്ന് ബ്രഹ്മദേവൻ അവനെ അറിയിച്ചു. എന്നിരുന്നാലും വാഗ്ദാനം ചെയ്തതിനാൽ ആവശ്യപ്പെട്ട വരങ്ങളെല്ലാം നൽകാൻ അദ്ദേഹം തയ്യാറായി. സമാധാനമായി ആസ്വദിക്കുവാൻ കഴിയാത്ത വരങ്ങൾ സ്വീകരിക്കുന്നതെന്ന് ദുർലഭാൻ എന്ന പദം സൂചിപ്പിക്കുന്നു. സമാധാനമായി ആസ്വദിക്കുവാൻ കഴിയാത്ത വരങ്ങൾ സ്വീകരിക്കരുതെന്ന് ദുർലഭാൻ എന്ന പദം സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. തതോ ജഗാമ ഭഗവാൻ അമോഘാനുഗ്രഹോ വിഭു പൂജിതോ അസുരവര്യേണ സ്തൂയമാനാ പ്രജേശ്വരഹേ. ഹരേ കൃഷ്ണ. നേരത്തെ ചൊല്ലാം. हरे कृष्णा प्रभु जी। कृष्णा। ओम नमो भगवते वासुदेवाय। तदो जगाम भगवान अमोघानुग्रहो विभु पूजितो असुरवरेण्य स्तूयमाना। हरे कृष्णा। हरे कृष्ण। देदियाचार्य माता जी। हरे कृष्णा। हरे कृष्ण प्रभु जी। ओम नमो भगवते वासुदेवाय। तदो जगाम भगवान अमोघानुग्रहो विभुः पूजितो असुरवरेण्य स्तूयमाना प्रजेश्वरैः। हरे कृष्ण प्रभु जी। हरे कृष्ण। विजयश्री माता जी। हरे कृष्ण प्रभु जी प्रणाम। ओम नमो भगवते वासुदेवाय। तदो जगामा भगवान अमोघानुग्रहो विभुः पूजितो असुरवर्येण स्तूयमाना प्रजेश्वरः। हरे कृष्ण प्रभु जी। हरे कृष्ण। गीता सीमा जी। हरे कृष्ण प्रभु जी। हरे कृष्ण। हरे। ओम नमो भगवते वासुदेवाय। ततो जगाम भगवान् अमोघानुग्रहो विभु पूजितो असुरवर्येण स्तूयमान प्रजेश्वरैः। हरे कृष्ण प्रभु जी। हरे कृष्ण। गीता माता जी। हरे कृष्ण प्रभु जी प्रणाम प्रभु जी। ओम नमो भगवते वासुदेवाय। तदो जगाम भगवान् अमोघानुग्रहो विभुः पूजितो सुरवर्येण स्तूयमान प्रजेश्वरैः। हरे कृष्ण प्रभु जी। हरे कृष्ण। हरे कृष्ण प्रभु जी। ओम नमो भगवते वासुदेवाय। ततो जगाम भगवान् अमोघानुग्रहो विभुः पूजितो सुरवर्येण स्तूयमान प्रजेश्वरैः। हरे कृष्ण। हरे कृष्ण। വീഴ്ച പറ്റാത്ത അനുഗ്രഹങ്ങൾ നൽകുന്ന ബ്രഹ്മദേവൻ അസുരശ്രേഷ്ഠനായ ഹിരണ്യകശിപുവിന്റെ ആരാധനയും ദേവന്മാരുടെ സ്തുതികളും സ്വീകരിച്ച് അവിടെ നിന്ന് വിടവാങ്ങി. നാലാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം ലബ്ധവരോ ദൈത്യോ വിഭ്രദ്ദേ മമയം ബഹു ഭഗവത്യകരോ ദേഷ്വം പ്രാദുർവദമനുസ്മരൻ. एवं लब्धावरो दैत्या बिभ्रद्दे मम एं बभुः भगवत्यकरोद्वेषं
പ്രാദുർവതമനുസ്മരൻ. പ്രകാരം ബ്രഹ്മദേവനോട് വരങ്ങൾ നേടുകയും സ്വർണാഭയുള്ള ശരീരത്തിന്റെ ഉടമയാവുകയും ചെയ്ത ഹിരണ്യകശിപു സദാ തന്റെ സഹോദരന്റെ മരണത്തെപ്പറ്റി ഓർമ്മിക്കുകയും വിഷ്ണു ഭഗവാനോട് ശത്രുത പുലർത്തുകയും ചെയ്തു. ഭാവാർത്ഥം ദേശഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിച്ച് ആസുരീയനായ ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിൽ നേടാവുന്നത്ര ഐശ്വര്യങ്ങൾ നേടിയാലും പരമദിവ്യത്വ പുരുഷനായ ഭഗവാനിൽ ഈർഷ്യാലുവായി തന്നെ തുടരുന്നു. 5, 6, 7 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്, നമുക്കത് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. വിജിത്യ ദിശ സർവാ ലോകാംശാത്രീൻ മഹാസുരഃ ദേവാസുര മനുഷ്യേന്ദ്രാൻ ഗന്ധർവാ ഗരുഡോരകാൻ സിദ്ധചാരണ വിദ്യാദ്രാൻ ഋഷീൻ പിതൃപതീൻ മനു യശരശ പിശാചേശാൻ പ്രേതഭൂതാപതീനദാ സർവസത്വപതീൻ ജിത്വാ വശമാനീയ വിശ്വജിത് ജഹാര ലോകപാലാനാം സ്ഥാനാനി സഹ തേജസാ ന വിജിത്യ ദിശ സർവാ ലോകാംശാത്രീൻ മഹാസുരഃ ദേവാസുര മനുഷ്യേന്ദ്രാൻ ഗന്ധർവാ ഗരുഡോരകാൻ സിദ്ധചാരണ വിദ്യാദ്രാൻ ഋഷീൻ പിതൃപതീൻ മനൂൻ യശരശ പിശാചേശാൻ പ്രേതഭൂതാപതീനദാ സർവസത്വപതീൻ ജിത്വാ വശമാനീയ വിശ്വജിത് ജഹാര ലോകപാലാനാം സ്ഥാനാനി സഹ തേജസാം. വിവർത്തനം ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല. ഹിരണ്യകശിപു ത്രിലോകങ്ങളും ജയിച്ചു. തീർച്ചയായും ആ മഹാസുരൻ ഊർധ്വ മധ്യ അധോ ലോകങ്ങളിലെ ഗന്ധർവന്മാർ, ഗരുഡന്മാർ, മഹാസർപ്പങ്ങൾ, സിദ്ധന്മാർ, ചാരണന്മാർ, വിദ്യാധരന്മാർ, മഹാമുനിമാർ, യമരാജൻ, മനുക്കൾ, യക്ഷന്മാർ, രാക്ഷസന്മാർ, ഭൂതപ്രേത പിശാചിക്കളും അവരുടെ അധിപന്മാരും ഇങ്ങനെ എല്ലാവരെയും കീഴടക്കി. മറ്റേതൊക്കെ ലോകങ്ങളിൽ ജീവസത്തകളുണ്ടോ അവിടെയുള്ള ഭരണാധികാരികളെല്ലാം കീഴടക്കി തന്റെ നിയന്ത്രണത്തിലാക്കി. എല്ലാവരുടെയും ലോകങ്ങൾ കീഴടക്കി അവൻ അവരുടെയൊക്കെ ശക്തിയും സ്വാധീനവും ഇല്ലാതാക്കി. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിച്ചു. ഈ ശ്ലോകത്തിലെ ഗരുഡൻ എന്ന വാക്ക് ഗരുഡനെ പോലുള്ള മഹാപക്ഷികളുടെ ഗ്രഹങ്ങളുണ്ടെന്ന് ധ്വനിപ്പിക്കുന്നു. അതുപോലെ ഉരകം എന്ന വാക്ക് സർപ്പങ്ങളുടേതായ ഗ്രഹങ്ങളുണ്ടെന്നും സൂചിപ്പിക്കുന്നു. ഭൂമി ഒഴികെയുള്ള ഗ്രഹങ്ങളെല്ലാം ശൂന്യമാണെന്ന് ചിന്തിക്കുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്തരം വ്യത്യസ്ത ഗ്രഹങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ വെല്ലുവിളിയായേക്കാം. ചന്ദ്രനിലേക്ക് വിനോദയാത്രകൾ നടത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ ശാസ്ത്രജ്ഞന്മാർ ചന്ദ്രനിൽ ഒരു ജീവിയെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പൊടിയും ചിലകളും നിറഞ്ഞ ഗർത്തങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും പറയുന്നുവെങ്കിലും വാസ്തവത്തിൽ ചന്ദ്രൻ ഉജ്ജ്വലമായി പ്രകാശിക്കുകയും സൂര്യനെ പോലെ പ്രപഞ്ചത്തിന് മുഴുവൻ വെളിച്ചം നൽകുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വൈദിക വിവരങ്ങളാൽ ആധുനിക ശാസ്ത്രജ്ഞന്മാരെ ബോധ്യമാക്കാൻ സാധ്യമല്ല. എന്നിരുന്നാലും മറ്റെല്ലാ ഗ്രഹങ്ങളും ശൂന്യമാണെന്നും ഭൂമിയിൽ മാത്രമേ ജീവികളുണ്ടെന്നുവെന്നും പറയുന്ന ഈ ശാസ്ത്രജ്ഞന്മാരുടെ വാക്കുകൾ ഞങ്ങളിൽ വലിയ മതിപ്പൊന്നും ഉണ്ടാക്കുന്നില്ല. പ്രഭുപാദ് 8ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേവോദ്യാനശ്രിയാജുഷ്ടാ മധ്യാസ്തേ സ്മാ ത്രിപിഷ്ടവം മഹേന്ദ്രഭവനം സാക്ഷാത് നിർമ്മിതം വിശ്വകർമ്മണ ത്രൈലോക്യാലക്ഷ്മ്യായതന മധ്യവാസ അഖിലർദിമത് ദേവോദ്യാനശ്രിയാജുഷ്ടാ മധ്യസ്ഥൈ സ്മാ ത്രിപിഷ്ടവം മഹേന്ദ്രഭവനം സാക്ഷാത് നിർമ്മിതം വിശ്വകർമ്മണ ത്രൈലോക്യലക്ഷ്മിയാതന മധ്യവാസ അഖിലർദിമത്. സർവൈശ്വര്യങ്ങളും നേടിയ ഹിരണ്യകശിപു ദേവന്മാർ ആസ്വദിച്ചിരുന്ന പ്രശസ്തമായ
നന്ദന ഉദ്യാനത്തോടു കൂടിയ സ്വർഗത്തിൽ വസിക്കാൻ ആരംഭിച്ചു. വാസ്തവത്തിൽ സ്വർഗാധിപതി ദേവേന്ദ്രന്റെ ഏറ്റവും ഐശ്വര്യസമ്പൂർണമായ കൊട്ടാരത്തിലായിരുന്നു അയാളുടെ വാസം. ദേവശില്പി വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ആ കൊട്ടാരം സമസ്ത പ്രപഞ്ചങ്ങളുടെയും ഭാഗ്യദേവത അവിടെ വസിക്കുന്നത് കൊണ്ടെന്നതുപോലെ അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ടതായിരുന്നു. ഭാവാർത്ഥമേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. സ്വർഗീയ ലോകങ്ങളിൽ താമസിക്കുന്ന കീഴ്ലോകത്തെക്കാൾ 1000 മടങ്ങ് ഐശ്വര്യപൂർണമായിരുന്നു എന്ന് ഈ വിവരണത്തിൽ കാണുന്നു. പ്രശസ്തനായ സ്വർഗീയ ശില്പി വിശ്വകർമാവ് ഊർധ്വലോകങ്ങളിലെ അത്യന്തം അതിശയകരങ്ങളായ മന്ദിരങ്ങളുടെ മാത്രമല്ല, നന്ദനോദ്യാനം എന്ന് വർണ്ണിക്കപ്പെടുന്ന ദേവന്മാർക്ക് ആസ്വദിക്കുന്നതിന് തികച്ചും അനുയോജ്യമായ നിരവധി പൂങ്കാവനങ്ങളുടെയും മലർവാടികളുടെയും നിർമ്മാതാവ് കൂടിയായിരുന്നു. ഊർധ്വലോകങ്ങളുടെയും അവയുടെ ഐശ്വര്യങ്ങളുടെയും വർണ്ണനകൾ വൈദിക സാഹിത്യങ്ങൾ പോലുള്ള പ്രാമാണിക ശാസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കണം. ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ ദൂരദർശിനി പോലുള്ള ഉപകരണങ്ങളൊന്നും ഉന്നത ഗ്രഹ സംവിധാനങ്ങളെ നിരീക്ഷിച്ച് വിലയിരുത്തുന്നതിന് പര്യാപ്തമല്ല. അത്തരം ഉപകരണങ്ങൾ ആവശ്യമാണെങ്കിലും ശാസ്ത്രജ്ഞരെന്ന് വിളിക്കപ്പെടുന്നവരുടെ കാഴ്ചപ്പാട് അപരിപൂർണമാകിയാൽ ആ ഉപകരണങ്ങൾ ആവശ്യമായി വരുന്നു. എങ്കിലും ഈ ഉപകരണങ്ങളും അപരിപൂർണങ്ങളാണ്. അതുകൊണ്ട് അപരിപൂർണരായ മനുഷ്യർക്ക് മനുഷ്യനിർമ്മിതങ്ങളായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്വർഗീയ ലോകങ്ങളെ വിലയിരുത്തുവാൻ കഴിയില്ല. വൈദിക സാഹിത്യത്തിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ പരിപൂർണങ്ങളാണ്. അതിനാൽ ഈ ഭൂമിയിൽ ഒഴികെ മറ്റ് ഗ്രഹങ്ങളിലൊന്നും ഐശ്വര്യപൂർണങ്ങളായ വാസഗേഹങ്ങളില്ലെന്ന പ്രസ്താവന അംഗീകരിക്കുവാൻ കഴിയില്ല. പ്രഭുപാദ് ടീച്ചർ 9, 10, 11, 12 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. യത്ര വിദ്രുമസോപാനാ മഹാമാരഗതാഭുവ യത്ര സ്ഫാടിക കുഡ്വാനി വൈഡൂര്യാസ്തംഭ പങ്ക്തയാ യത്ര ചിത്രവിധാനാനി പത്മരാഗാസനാനി ച പയഫേ നിപാശയ്യാ മുക്തഭാമാ പരിച്ഛദഃ കൂജദ്ഭിർനുപരൈർദേവ്യാ ശബ്ദയന്ത്യാ ഇതസ്തതഃ രത്നസ്ഥലീഷു പശ്യന്തി സുദതി സുന്ദരം മുഖം തസ്മിൻ മഹേവനേ മഹാബലോ മഹാമനാ നിർജിതലോക ഏകരാട് രേമേ അഭിവന്ദ്യാംഗ്രിയുഗ സുമാദിഭി പ്രതാപീതൈരുർജിത ഷണ്ഡശാസനാഃ യത്ര വിദ്രുമസോപാനാ മഹാമാരഗതാഭുവഃ യത്ര സ്ഫടികകുട്യാനി വൈഡൂര്യസ്തംഭ പങ്ക്തയഃ യത്ര ചിത്രവിധാനാനി പത്മരാഗാസനാനി ച പയഫേന നിപാശയ്യാ മുക്താഭാമ പൂജദ്ഭിർനുപരൈർദേവ്യാ ശബ്ദയന്ത്യാ ഇതസ്തതഃ രത്നസ്ഥലീഷു പശ്യന്തി സുദതി സുന്ദരം മുഖം തസ്മിൻ മഹേന്ദ്രഭവനീ മഹാബലോ മഹാമനാ നിർജിതലോകയകരാട് പ്രേമേ അഭിവന്ദ്യാംഗ്രിയുഗ സുരാദിഭിഃ പ്രതാപീതൈരുർജിത ഷണ്ഡശാസനഃ. ദേവേന്ദ്രന്റെ കൊട്ടാരത്തിന്റെ പടിക്കെട്ടുകൾ പവിഴം കൊണ്ടും തറ അമൂല്യങ്ങളായ മരതക കല്ലുകളാലും ചുമരുകൾ സ്ഫടിക വൈഡൂര്യ ശിലകളാലും നിർമ്മിച്ചവയായിരുന്നു. അത്ഭുതകരമായ വിധാനങ്ങൾ അതിമനോഹരമായി അലങ്കരിച്ചിരുന്നു. ഇരിപ്പിടങ്ങൾ മാണിക്യക്കല്ലുകളാലും പാൽനുരയുടെ നിറമാർന്ന പട്ടുശയ്യകൾ പവിഴങ്ങളാലും മൂടി പിടിപ്പിച്ചിരുന്നു. മനോഹരങ്ങളായ ദന്തനിരകളാൽ അനുഗ്രഹിക്കപ്പെട്ടവരും അതിസുന്ദരങ്ങളായ മുഖങ്ങളോടുകൂടിയവരുമായ സ്വർഗീയ നാരികൾ കൊട്ടാരത്തിനുള്ളിൽ അവിടെയും ഇവിടെയും നടക്കവേ അവരുടെ കാൽച്ചിലങ്ങൾ മധുരശബ്ദം ഒഴുക്കുകയും അവരുടെ സുന്ദര രൂപങ്ങൾ രത്നങ്ങളിൽ അവർക്കും തന്നെ കാണാൻ കഴിയും വിധം പ്രതിബിംബിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഹിരണ്യകശിപുവിനാൽ അടിച്ചമർത്തപ്പെട്ട ദേവന്മാർക്ക് അയാളുടെ മുന്നിൽ
ശിരസ് നമിക്കേണ്ടി വന്നു. അപ്രകാരം ദേവേന്ദ്രന്റെ കൊട്ടാരത്തിൽ വസിച്ചുകൊണ്ട് എല്ലാവരെയും അതികർക്കശമായി ഭരിച്ചു. ഭാവാർത്ഥമേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക്. സ്വർഗീയ ഗ്രഹങ്ങളിൽ ഹിരണ്യകശിപു അതിശക്തനായിരുന്നതിനാൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ ഒഴികെയുള്ള ദേവന്മാരെല്ലാം അയാൾക്ക് പാദസേവനം ചെയ്യാൻ നിർബന്ധിതനായി. അനുസരിച്ചില്ലെങ്കിൽ അയാൾ അതികഠിനമായി ശിക്ഷിക്കുമെന്ന ഭീതി നിശ്ചയമായും അവർക്കെല്ലാം ഉണ്ടായിരുന്നു. ശ്രീ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഹിരണ്യകശിപുവിനെ വേനൻ എന്ന രാജാവിനോട് താരതമ്യം ചെയ്തു. വേന രാജാവും നിരീശ്വരനും വേദങ്ങളിൽ പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളെ അവഹേളിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നവനുമായിരുന്നു. എങ്കിലും വേനനെയും ഭൃഗുവിനെ പോലുള്ള ചില മഹാമുനിമാരെ ഭയമുണ്ടായിരുന്നു. ഹിരണ്യകശിപുവാവട്ടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒഴികെയുള്ളവരെ എല്ലാം തന്റെ നിയന്ത്രണത്തിലാക്കി. ഭീകരഭരണം നടത്തിയതിനാൽ എല്ലാവരും അവനെ ഭയപ്പെട്ടു. ഹിരണ്യകശിപു ഭൃഗുവിനെ പോലുള്ള മുനിമാരാൽ ശപിച്ചു ഭസ്മമാക്കപ്പെടാതിരിക്കുവാൻ ജാഗ്രതയുള്ളവനായിരുന്നതിനാൽ അവരുടെയൊക്കെ സിദ്ധികളെ അതിജീവിക്കാനുള്ള ശക്തി തപശ്ശരികളാൽ മുൻകൂട്ടി നേടുകയും ആ വിധത്തിൽ അവരെയൊക്കെ തന്റെ അധീനതയിലാക്കുകയും ചെയ്തിരുന്നു. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ ഉയർത്തപ്പെടുന്ന ഉന്നത ഗ്രഹങ്ങളിൽ പോലും ഹിരണ്യകശിപുവിനെ പോലുള്ള അസുരന്മാർ സൃഷ്ടിക്കുന്ന ദ്രോഹങ്ങൾ അവരെ അസ്വസ്ഥരാക്കുന്നുവെന്ന് ഇതിൽ നിന്നും കാണപ്പെടുന്നു. ത്രിലോകങ്ങളിലെ ആർക്കും തന്നെ ദ്രോഹരഹിതമായി സമാധാനത്തോടും സമൃദ്ധിയോടും ജീവിക്കാൻ കഴിയില്ല. ചില പ്രഭുപാദിക്ക് ഈ 13 ശ്ലോകം കൂടി 13 കൂടി നോക്കിയിട്ട് നോക്കുക ഡീറ്റെയിൽ ആയിട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. തമംഗമത്തം മധുനോ ഗന്ധിന വിവൃത്തതാമ്രാശ്രമശേഷ ദിഷ്ണപാഹ ഉപാസതോപായന പാണി വിർവിനാ ത്രിഭിസ്തപോ യോഗബലൗ ജസാംപദം. തമംഗമത്തം മധുനോരുഗന്ധിന വിദുത്തമാശ്രമശേഷദീഷ്ണപാ ഉപാസതോപായന പാണിഭിർവിനാം ത്രിഭിസ്തപോയോഗബലൗജസാംപദം. ഭാവാർത്ഥമേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. അല്ലയോ രാജാവേ, ഹിരണ്യകശിപു എപ്പോഴും രൂക്ഷഗന്ധമുള്ള വീഞ്ഞുകളും മദ്യങ്ങളും പാനം ചെയ്തിരുന്നു. അതിനാൽ ചെമ്പിന്റെ നിറമുള്ള അവന്റെ കണ്ണുകൾ സദാ വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു. അവൻ വെറുപ്പുളവാക്കപ്പെട്ടവനായിരുന്നു. എങ്കിലും നിഗൂഢ യോഗത്താൽ കഠിന തപസ്സനുഷ്ഠിച്ചതിനാൽ 3 മുഖ്യദേവന്മാരായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒഴികെയുള്ള എല്ലാവരും അയാളെ സംതൃപ്തനാക്കുന്നതിന് സ്വന്തം കൈകളാൽ പാരിതോഷ്യങ്ങൾ സമർപ്പിച്ച് ആരാധിച്ചു. ഭാവാർത്ഥമേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. സ്കന്ദപുരാണത്തിൽ ഇങ്ങനെ ഒരു വർണ്ണനയുണ്ട്. ഉപായനം തതുഹു സർവേ വിനാ ദേവാൻ ഹിരണ്യകഃ. ഹിരണ്യകശിപു വളരെ ശക്തനായിരുന്നതിനാൽ 3 മുഖ്യദേവന്മാരായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒഴികെയുള്ള എല്ലാ ദേവന്മാരും അവന്റെ ആരാധനയിൽ ഏർപ്പെട്ടു. മധ്വാചാര്യർ പറയുന്നു, ആദിത്യവസവോ രുദ്രാസ്ത്രിവിധാ ഹി സുരാ യതഃ. 3 തരത്തിലുള്ള ദേവന്മാരുണ്ട്. ആദിത്യന്മാരും വസുക്കളും രുദ്രന്മാരും മരുത്തുക്കളും സാധ്യന്മാരെയും പോലുള്ള ദേവന്മാർ അവർക്കു താഴെയാണ്. മരുതശൈവ വിശ്വേശ സാധ്യശൈവ ച തദ്ഗതഃ. അതിനാൽ എല്ലാ ദേവന്മാരും ത്രിപിഷ്ടന്മാർ എന്ന് വിളിക്കുന്നു. ത്രി എന്നാൽ അതേ പദം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയും സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. പ്രഭുപാദിക്ക് ജയ്. നാരായണ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രേ.
നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗൗരചന്ദ്രായ രാധികായ കൃഷ്ണായ കൃഷ്ണായ അപ്പൊ നമ്മൾ കഴിഞ്ഞ അധ്യായത്തില് അവസാന ഭാഗങ്ങളിൽ ആ വരങ്ങള് ആവശ്യപ്പെടുന്നതും അല്ലെ, ബ്രഹ്മാവ് ഇതൊക്കെ നൽകുകയാണ് ഈ ഒരു അധ്യായത്തിലെ ശ്ലോകത്തിൽ പറയുന്നു. അതൊക്കെ ബ്രഹ്മാവ് അനുവദിച്ച് നൽകി എന്നുള്ളത് അല്ലെ. നാരദമുനി ഈ കാര്യത്തെ കുറിച്ച് പറയുന്നു. ഹിരണ്യകശിപുവിന്റെ ഈ തപസ് അതികഠിനമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിനെ അത് സന്തോഷിപ്പിക്കുകയും അല്ലെ, അദ്ദേഹം വരങ്ങള് നൽകുകയും ചെയ്തു എന്ന്. ഇങ്ങനെയുള്ള വരങ്ങൾ നേടുക വളരെ പ്രയാസകരമാണെന്നുള്ള കാര്യം അത് ബ്രഹ്മാവ് തന്നെ വീണ്ടും പറയുന്നതായിട്ട് ഇവിടെ പറയുന്നു. രണ്ടാമത്തെ ശ്ലോകത്തില് ബ്രഹ്മദേവൻ പറയുന്നു, അല്ലയോ ഹിരണ്യകശിപു, നീ എന്നോട് ആവശ്യപ്പെട്ട ഈ വരങ്ങൾ നേടാൻ പ്രയാസകരമാണ്. എന്നിരുന്നാലും പ്രിയപ്പെട്ട പുത്ര, ഞാൻ അവ നിനക്ക് നൽകാം. ഇത്രയും ഹിരണ്യകശിപു ആ വിധിയുടെ ഗർഭത്തിൽ ഉള്ളപ്പോൾ തന്നെ ഹിരണ്യാശനും ഹിരണ്യകശിപുവും ആ ഗർഭാവസ്ഥയിൽ ഉള്ളപ്പോൾ തന്നെ ദേവന്മാർക്ക് ഭയമായിരുന്നു അല്ലേ. അന്നേരം നമ്മൾ നേരത്തെ ആ ഭാഗവത്തിൽ ആ ഭാഗങ്ങളൊക്കെ പഠിച്ചിരുന്നു അല്ലെ. ലോകം മുഴുവൻ അന്ധകാരമാവുകയുണ്ടായി. എന്താ പറയാ, ഭയങ്കരങ്ങളായിട്ടുള്ള ശബ്ദങ്ങളും പല ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായി അല്ലെ. ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് ദേവന്മാര് ബ്രഹ്മാവിന്റെ അടുത്തും ഭഗവാന്റെ അടുത്തൊക്കെ പോവുകയും അല്ലെ, എന്താണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതെന്താണ്, ആ ഒരു ലോകത്തിന് തന്നെ നാശമുണ്ടാക്കുന്ന രണ്ട് അസുരന്മാര് ജനിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം പറയുന്നില്ല. അങ്ങനെ അനേക വർഷക്കാലം അതിനെ അവര് പുറത്തു വരാതെ ഇരിക്കാനായിട്ട് കുറച്ചൊക്കെ ശ്രമിച്ചു അല്ലെ. എങ്കിലും അവർ പുറത്തു വന്ന് എല്ലാവരെയും ദ്രോഹിക്കുവാനായിട്ട് തുടങ്ങി. അതാണ് ഇവിടെ ഈ വരം നേടിയതിന്റെ അഹങ്കാരത്തില് എല്ലാ ദേവന്മാരെയും എല്ലാവരും ദ്രോഹിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലെ. ബ്രഹ്മാവിനെയും മഹാദേവനെയും വിട്ടിരിക്കുന്നു അല്ലെ. വിഷ്ണുവിനെയും പറയുന്നുണ്ട്, എന്നാൽ വിഷ്ണുവിനോടും ശത്രുതയാണ് അല്ലെ. മറ്റുള്ള ദേവന്മാരൊക്കെ അവരുടെ സേവകരായെന്നാ പറയുന്നത്. ബ്രഹ്മാവിഷ്ണു മഹേശന്മാരൊഴികെ എല്ലാവരും ഹിരണ്യകശിപുവിന്റെ സേവകരായി അദ്ദേഹത്തിനെ ആരാധിക്കും. ഇപ്പോ നേരത്തെ പറഞ്ഞു അല്ലെ, ബ്രഹ്മാവിനോട് എന്നെ എല്ലാവരും ബഹുമാനിക്കണം. നിങ്ങളെയൊക്കെ ബ്രഹ്മാവിനെ എല്ലാവരും എങ്ങനെയാണോ ബഹുമാനിക്കുന്നത്, എല്ലാവരുടെ മേലിലും എങ്ങനെയാണോ അധികാരമുള്ളത്, അതുപോലുള്ള അവസ്ഥ എനിക്കും ഉണ്ടാവണം എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഇത്രയും കഠിന തപസ്സായത് കൊണ്ട് ഇതൊക്കെ ബ്രഹ്മാവ് അനുവദിച്ചു കൊടുത്തത്. നേരത്തെ ദേവന്മാരൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് ബ്രഹ്മാവിനെ ഇവിടേക്ക് അയച്ചിട്ട് അല്ലെ. ബ്രഹ്മാവിനോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വർഗലോകങ്ങളിലൊന്നും കഴിയാൻ സാധിക്കുന്നില്ല, അത്രയും ഹിരണ്യകശിപുവിന്റെ അതികഠിനമായിട്ട് തപസ്സിന്റെ ഫലമായിട്ട് അത്രയും ചൂടനുഭവപ്പെടുന്നു, നമുക്ക് അവിടെ വസിക്കാൻ പോലും സാധിക്കുന്നില്ല, അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ടുള്ളത് അല്ലേ. അതിന് പരിഹാരം ഉണ്ടാക്കാൻ വന്നിട്ടുള്ള ബ്രഹ്മാവ് ഇപ്പോഴേ ഹിരണ്യകശിപുവിന്റെ പക്ഷം ചേരുകയാണ് ചെയ്തത് അല്ലെ. ഹിരണ്യകശിപുവിന് വരങ്ങളൊക്കെ വാരിക്കോരി നൽകുകയുണ്ടായി അല്ലെ, യാതൊന്നും നോക്കാതെ. അപ്പോ അതിന്റെ ആ ഭവിഷ്യത്തുകള് ദേവന്മാരൊക്കെ അനുഭവിക്കുന്നതായിട്ട് പറയുന്നു. പ്രവാചകന്റെ ഭാവാർത്ഥം പറയുന്നു,
ഭൗതിക അനുഗ്രഹങ്ങൾ വാസ്തവത്തിൽ അനുഗ്രഹങ്ങൾ എന്ന് വിളിക്കാൻ യോഗ്യമല്ല. ഒരുവൻ അധികം വരങ്ങൾ നേടിയാൽ വരം തന്നെ ശാപമായി മാറും. എന്തുകൊണ്ടെന്നാൽ ഭൗതിക ഐശ്വര്യങ്ങൾ നേടാൻ വളരെ പ്രയാസം അനുഭവിക്കണം എന്നതുപോലെ തന്നെ അവ സംരക്ഷിക്കുവാനും അത്യധികം ക്ലേശിക്കണം. ആണ് വളരെ യാഥാർത്ഥികമായിട്ടുള്ള കാര്യമാണ്. അല്ലെ? പലരും സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുന്നു. എന്നാൽ സമ്പത്തുണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനേക്കാളും ടെൻഷനാണ് ജീവിതം മുഴുവൻ എന്നാണ് പറയുന്നത്. അത് സംരക്ഷിക്കുവാനായിട്ട് അത്രയും കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. പല ആൾക്കാരും ധരിച്ചിരിക്കുന്നത് എന്താണ്? കുറെ പണം നേടിയാൽ വളരെ സന്തോഷമുണ്ടാവും, സമാധാനം ഉണ്ടാവും എന്ന്. വലിയ ബിസിനസ്മാന്മാരും മറ്റുള്ളവരൊക്കെ രാത്രിയിൽ ഉറങ്ങേണ്ടി തന്നെയില്ല. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഉറങ്ങാൻ തന്നെ സാധിക്കും. പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നത്. അപ്പോ അതൊക്കെ ഇതാണ്. അത് ചിലപ്പോൾ ഒന്നുമല്ലാതാവും, അല്ലെ? ചിലപ്പോൾ നല്ല നിലയിലാവും. എപ്പോഴും ഇതിനെ കുറിച്ചുണ്ട്. അതുപോലെ തന്നെ കുറെ സമ്പത്തും സ്വർണവും ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അമൂല്യ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുഴുവൻ കാവല് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതാരെങ്കിലും അപകരിച്ചു കൊണ്ടുപോകും, തട്ടിക്കൊണ്ടുപോകുമോ? ഇതൊക്കെ പേടിച്ചിട്ട് ബാങ്കിൽ ലോക്കറിലൊക്കെ കൊണ്ടുപോകും. കള്ളന്മാർ അവിടെയും വിടുവോ? ഇല്ല, അല്ലേ? ആ ലോക്കറൊക്കെ കുത്തി തുറന്നിട്ട് അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകും. അപ്പോ പ്രഭാതർ പറയുന്നത് അതുകൊണ്ട് ഭൗതിക അനുഗ്രഹങ്ങള്, ഭൗതിക ഐശ്വര്യങ്ങള് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളല്ല, നമുക്ക് എപ്പോഴും ആദി ഉണ്ടാക്കുന്നതാണ് എന്നാണ്. ഭൗതിക ഐശ്വര്യങ്ങൾ നേടാൻ വളരെ പ്രയാസം അനുഭവിക്കുന്നത് പോലെ തന്നെ അവ സംരക്ഷിക്കുവാനും അത്യധികം ക്ലേശിക്കണമെന്ന്. ഹിരണ്യകശിപുവിന് ആ വരങ്ങളുടെ ഫലങ്ങൾ സംരക്ഷിക്കുവാൻ വളരെ ക്ലേശിക്കേണ്ടി വരുമെന്ന് ബ്രഹ്മദേവൻ അവനെ അറിയിച്ചു. എന്നിരുന്നാലും വാഗ്ദാനം ചെയ്തതിനാൽ ആവശ്യപ്പെട്ട വരങ്ങളെല്ലാം നൽകാൻ അദ്ദേഹം തയ്യാറായി. സമാധാനമായി ആസ്വദിക്കുവാൻ കഴിയാത്ത വരങ്ങൾ സ്വീകരിക്കരുതെന്ന് ദുർലഭാൻ എന്ന പദം സൂചിപ്പിക്കുന്നത്. ധാരാളം വരങ്ങൾ ചോദിക്കുകയുണ്ടായി, അല്ലെ? എന്നാൽ ഇതൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നീ വളരെയേറെ ക്ലേശിക്കേണ്ടി വരുമെന്ന് ബ്രഹ്മദേവൻ പറയുകയുണ്ടായി എന്ന് പറയും. ദുർലഭാൻ എന്നുള്ള പദം സൂചിപ്പിക്കുന്നതായിട്ട് പറയുന്നു, നമുക്ക് സമാധാനമായിട്ട് കഴിയാൻ സാധിക്കാത്ത, സമാധാനമായിട്ട് ആസ്വദിക്കുവാൻ കഴിയാത്ത വരങ്ങൾ കൊണ്ട് സ്വീകരിക്കരുത്, അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് സൂചിപ്പിക്കുന്നു പറയും. ഇപ്പൊ ബ്രഹ്മാവ് ഇതൊക്കെ പറഞ്ഞിട്ട് ബ്രഹ്മാവ് അവിടുന്ന് സ്ഥലം കാലിയാക്കിയതാണ് പറയുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ വീഴ്ച പറ്റാത്ത അനുഗ്രഹങ്ങൾ നൽകുന്ന ബ്രഹ്മദേവൻ അസുരശ്രേഷ്ഠനായ ഹിരണ്യകശിപന്റെ ആരാധനയും ദേവന്മാരുടെ സ്തുതികളും സ്വീകരിച്ച് അവിടെ നിന്നും വിട വാങ്ങി. ബ്രഹ്മാവിന് എന്താ വേണ്ടു? തഥാസ്തു, അല്ലെ? കഴിഞ്ഞു, ബ്രഹ്മാവിന്റെ ആ ചുമതല കഴിഞ്ഞു, അല്ലെ? ഇനി ഇതിന്റെ ഭവിഷ്യത്തുകൾ ആരാണ്? എല്ലാ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും അനുഭവിക്കുകയാണ്. അതാണ് പറയുന്നത്, എല്ലാവരെയും തന്റെ നിയന്ത്രണത്തിന് കീഴിലാക്കി എന്ന് പറയുന്നു. നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പ്രകാരം ബ്രഹ്മദേവനോട് വരങ്ങൾ നൽകും സ്വർണാഭയുള്ള ശരീരത്തിന്റെ ഉടമയാവുകയും ചെയ്ത ഹിരണ്യകശിപു സദാ തന്റെ സഹോദരന്റെ മരണത്തെ പറ്റി ഓർമ്മിക്കുകയും വിഷ്ണു ഭഗവാനോട് ശത്രുത പുലർത്തുകയും ചെയ്തു. നേരത്തെ പറഞ്ഞു, അല്ലെ? നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു, അല്ലെ? മനുഷ്യനെ കൊല്ലരുത്, മൃഗമോ കൊല്ലരുത് എന്ന് പറയും, അല്ലെ? ഇതാണ് വരാഹമൂർത്തിയായിട്ട് വന്നിട്ട്
ഹിരണ്യാശനെ കൊന്നു അല്ലെ. ആ ഒരു പേടിയുള്ളത് കൊണ്ടാണ് മൃഗമായിട്ടും വന്നിട്ട് ആരും കൊല്ലണ്ട, ഇനി ഭഗവാൻ ആദ്യം വീണ്ടും ഏതെങ്കിലും മൃഗമായിട്ട് വന്നിട്ട് എന്നെ കൊന്നാലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഗുരുപാദർ പറയും അല്ലെ. ഓ ആ ഒരു കാര്യം ഹിരണ്യാശനെ വധിച്ചിട്ടുള്ള വരാഹമൂർത്തി വധിച്ചത് അല്ലെ, വിഷ്ണു ഭഗവാൻ വരാഹ അവതാരം എടുത്ത് വരാഹമൂർത്തിയായിട്ട് വന്നിട്ട് തൻ്റെ സഹോദരനെ വധിച്ചതിന്റെ ആ ഒരു വിഷമവും ആ വിഷ്ണുവിനോടുള്ള കോപവും അസൂയൊന്നും മാറിയിട്ടില്ല, അത് കൂടുകയാണ് ചെയ്തത്. എപ്പോഴും അദ്ദേഹത്തെ കുറിച്ചിട്ട് ഓർക്കുകയും ഹിരണ്യാശന്റെ മരണത്തെ കുറിച്ച് ഓർക്കുകയും വിഷ്ണു ഭഗവാനോട് ശത്രുത പുലർത്തുകയും ചെയ്തു എന്ന്. അതിൽ പറയുന്നു, ഇത്രയും വരങ്ങൾ നേടിയിട്ടും എന്താണ് ഭഗവാനോട് ശത്രുത ഉണ്ടായി എന്നുള്ളത്. അസുരനായ ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിൽ നേടാവുന്നത്ര ഐശ്വര്യങ്ങൾ നേടിയാലും പരമദിവ്യപുരുഷനായ ഭഗവാനിൽ ഈർഷ്വാലുവായി തന്നെ തുടരുന്നു. ഇത്രയും ഐശ്വര്യങ്ങൾ നൽകി, ഇത്രയും അധികാരങ്ങളൊക്കെ ബ്രഹ്മാവ് നൽകി അല്ലെ, ഇനിയെങ്കിലും നല്ലതായിട്ട് ജീവിക്കാമെന്ന് കരുതിയില്ല അല്ലെ. ഈ വരങ്ങളൊക്കെ നേടിയതിന്റെ ബലത്തിൽ ഇനി ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയൊക്കെ ദ്രോഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി അടുത്ത് വരുന്ന ശ്ലോകങ്ങളൊക്കെ എല്ലാവരെയും 5, 6, 7 ശ്ലോകങ്ങൾ പറയുന്നു, എല്ലാ ലോകങ്ങളിലുള്ളവരെയും തന്റെ അധീനതയിലാക്കിയതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹിരണ്യകശിപു ത്രിലോകങ്ങളും ജയിച്ചു. തീർച്ചയായും ആ മഹാ അസുരൻ ഊർധ്വ മധ്യ അധോ ലോകങ്ങളിലെ ഗന്ധർവന്മാർ, ഗരുഡന്മാർ, മഹാസർപ്പങ്ങൾ, സിദ്ധന്മാർ, ചാരണന്മാർ, വിദ്യാധരന്മാർ, മഹാമുനിമാർ, യമരാജൻ, മനുക്കൾ, യക്ഷന്മാർ, രാക്ഷസന്മാർ, ഭൂതപ്രേത പിശാചുക്കളും അവരുടെ അധിപന്മാർ എന്നിങ്ങനെ എല്ലാവരെയും കീഴടക്കി. മറ്റേതൊക്കെ ലോകങ്ങളിൽ ജീവസത്തുകളുണ്ടോ അവിടെയുള്ള ഭരണാധികാരികളെല്ലാം കീഴടക്കി തന്റെ നിയന്ത്രണത്തിലാക്കി. എല്ലാവരുടെയും ലോകങ്ങൾ കീഴടക്കി അവൻ അവരുടെയൊക്കെ ശക്തിയും സ്വാധീനവും ഇല്ലാതാക്കി. ആണ് ഈ 3 ലോകങ്ങൾ, ഊർധ്വ മധ്യ അധോലോകം. ഭൂമിയും അതിന് മുകളിലുള്ളതും താഴെയുള്ളതും എല്ലാ ലോകങ്ങളും അവന്റെ നിയന്ത്രണത്തിന് കീഴിലാക്കി എന്നാണ് പറയുന്നത്. ഹിരണ്യകശിപു തന്റെ നിയന്ത്രണത്തിന് കീഴിലാക്കി ആണ്. അവരൊക്കെ ഹിരണ്യകശിപുവിനെ ആരാധിക്കണം അല്ലെ, ഹിരണ്യകശിപു പറയുന്നതൊക്കെ പ്രവർത്തിക്കണം എന്ന നിലയിലെത്തിച്ചേർന്നു. പ്രഭുപാദർ പറയുന്നു, ധാരാളം ഗ്രഹങ്ങളുണ്ട്, അതിലൊക്കെ എല്ലാറ്റിലും ജീവനുണ്ട്, ജീവജാലങ്ങളുണ്ട്. എന്നാൽ ആധുനിക ശാസ്ത്രജ്ഞന്മാര് എവിടെയൊക്കെ പോയി വന്നിട്ട് പറയുന്നു, ചന്ദ്രനിൽ പോയി ഞങ്ങൾ അവിടെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല, അവിടെ കുറെ പൊടിയും പാറക്കല്ലുകളും ശിലകളൊക്കെ ഉള്ളൂ എന്ന് പറയാറുണ്ട് എന്ന് പറയുന്നു. നമുക്കറിയാം ചന്ദ്രലോകം എന്നുള്ള ലോകം അല്ലെ, ആ ചന്ദ്രദേവനുണ്ട് അല്ലെ, ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. എന്നാൽ അവർ പോയിട്ട് വന്നിട്ട് പറയുന്നു എവിടെയെത്തി, അവര് ചന്ദ്രനിലെത്തി അല്ലെ. പ്രഭാതർ പറയുന്നു, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ശരീരമാണിത് അല്ലെ. അന്യഗ്രഹങ്ങളിലേക്ക് പോവാൻ അതിനനുസരിച്ചിട്ടുള്ള ശരീരങ്ങൾ നമുക്ക് വേണമെന്നുള്ള കാര്യം. ചന്ദ്രനിൽ ഒരു ജീവിയെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പൊടിയും ശിലകളും നിറഞ്ഞ ഗർത്തങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും പറയുന്നെങ്കിലും വാസ്തവത്തിൽ ചന്ദ്രൻ ഉജ്ജ്വലമായി പ്രകാശിക്കുകയും സൂര്യനെ പോലെ പ്രപഞ്ചത്തിന് മുഴുവൻ വെളിച്ചം നൽകുകയും ചെയ്യുന്നു. തീർച്ചയായും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വൈദിക വിവരണങ്ങളാൽ ആധുനിക ശാസ്ത്രജ്ഞന്മാരെ ബോധ്യമാക്കാൻ സാധ്യമല്ല. എന്നിരുന്നാലും മറ്റെല്ലാ ഗ്രഹങ്ങളും ശൂന്യമാണെന്നും ഭൂമിയിൽ മാത്രമേ ജീവികളുള്ളൂ എന്നും പറയുന്ന ഈ ശാസ്ത്രജ്ഞന്മാരുടെ വാക്കുകൾ ഞങ്ങളിൽ വലിയ മതിപ്പൊന്നും ഉണ്ടാക്കുന്നില്ല. അവര് ഊഹാപോഹങ്ങൾ വെച്ചിട്ട് പറയുന്നതാണ്, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. എന്നാൽ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു എല്ലായിടത്തും ജീവജാലങ്ങളുണ്ട് എന്നുള്ള കാര്യം.
8ാമത്തെ ശ്ലോകം പറയുന്നത് സർവൈശ്വര്യങ്ങളും നേടിയ ഹിരണ്യകശിപു ദേവന്മാർ ആശ്വസിച്ചിരുന്ന പ്രശസ്തമായ നന്ദന ഉദ്യാനത്തോടു കൂടി സ്വർഗത്തിൽ വസിക്കാൻ ആരംഭിച്ചു. വാസ്തവത്തിൽ സ്വർഗാധിപതി ദേവേന്ദ്രന്റെ ഏറ്റവും ഐശ്വര്യസമ്പൂർണമായ കൊട്ടാരത്തിലായിരുന്നു അയാളുടെ വാസം. ദേവശില്പി വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ആ കൊട്ടാരം സമസ്ത പ്രപഞ്ചങ്ങളുടെയും ഭാഗ്യദേവത അവിടെ വസിക്കുന്നത് കൊണ്ടെന്നതുപോലെ അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ടതായിരുന്നു. സകല ഐശ്വര്യങ്ങളുമുള്ള ഇന്ദ്രന്റെ കൊട്ടാരത്തിലാണ് ഇപ്പോൾ ഹിരണ്യകശിപു വസിക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെ ആ ദേവേന്ദ്രൻ അപ്സരസുകളുടെ കൂടെയും മറ്റുമൊക്കെ അവിടെ ഉല്ലസിച്ചു കൊണ്ടിരുന്ന ആ നന്ദന ഉദ്യാനത്തിലും അല്ലെ അവിടെയൊക്കെ കയറി ഭരിക്കാൻ ആര് തുടങ്ങി? ഹിരണ്യകശിപു തുടങ്ങി. അപ്പൊ ഈ കൊട്ടാരങ്ങളും ഇതൊക്കെ വിശ്വകർമാവ് അല്ലെ ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവ് നിർമ്മിച്ചിട്ടുള്ളതാണെന്ന് പറയുന്നു. ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ ദൂരദർശന് പോലുള്ള ഉപകരണങ്ങളൊന്നും ഉന്നത ഗ്രഹ സംവിധാനങ്ങളെ നിരീക്ഷിച്ച് വിലയിരുത്തുവാൻ പര്യാപ്തമല്ല. അത്തരം ഉപകരണങ്ങൾ ആവശ്യമാണെങ്കിൽ ശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കപ്പെടുന്നവരുടെ കാഴ്ചപ്പാട് അപരിപൂർണമാകിയാൽ ആ ഉപകരണങ്ങൾ ആവശ്യമായിരുന്നു. എങ്കിലും ഈ ഉപകരണങ്ങളും അപരിപൂർണങ്ങളാണ്. അതുകൊണ്ട് അപരിപൂർണങ്ങളായ മനുഷ്യർക്ക് മനുഷ്യനിർമ്മിതങ്ങളായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്വർഗീയ ലോകങ്ങളെ വിലയിരുത്തുവാൻ കഴിയില്ല. വൈദിക സാഹിത്യത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ പരിപൂർണങ്ങളാണ്. അതിനാൽ ഭൂമിയിലൊഴികെ മറ്റു ഗ്രഹങ്ങളിലൊന്നും ഐശ്വര്യപൂർണങ്ങളായ വാസഗേഹങ്ങളിൽ എന്ന പ്രസ്താവന അംഗീകരിക്കുവാൻ കഴിയില്ല. ഇതാണ് ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം എന്ന് പറയും. വൈദിക ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ. മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്ന അവർ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതായിട്ട് പറയുന്നു അല്ലെ. കുറച്ച് കഴിയുമ്പോൾ വേറൊരാൾ വന്നിട്ട് അതൊക്കെ തിരുത്തി പറയുന്നു അല്ലെ. അപ്പോ ഇതൊക്കെ അപരിപൂർണങ്ങളാണ് എന്ന് പറയുന്നു. അവര് ആ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നവരോ അത് അവരുടെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഇതൊക്കെ അപരിപൂർണങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കില്ല. നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു പരമ്പരയിലൂടെ ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം. എന്താണ്? സ്വർഗീയ ലോകങ്ങളിലും മറ്റുള്ള ഗ്രഹങ്ങളിലും ഒക്കെ ജീവജാലങ്ങൾ ഉണ്ടെന്ന കാര്യം. ആ ദേവേന്ദ്രന്റെ കൊട്ടാരത്തിനെ കുറിച്ചുള്ള വർണ്ണനയാണ് 9 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ അല്ലെ. അത് എന്താണോ ധാരാളം രത്നങ്ങളാലും മറ്റുള്ള ധാരാളം വില കൂടിയ വസ്തുക്കളാലും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളതാണെന്ന് ഇവിടെ പറയുന്നു. ധാരാളം ദേവേന്ദ്രന്റെ സേവകരായിട്ടുള്ള ആൾക്കാരും ഒക്കെ അവരുണ്ട്. എന്നാൽ ഇവരൊക്കെയും തന്നെ ആരുടെ? ഹിരണ്യകശിപുവിന്റെ നിയന്ത്രണത്തിന് കീഴിലായി എല്ലാ ദേവന്മാരും അല്ലെ. ദേവേന്ദ്രൻ ദേവന്മാരുടെ ഒക്കെ രാജാവാണ് അല്ലെ. അപ്പൊ ആ ദേവേന്ദ്രന്റെ സിംഹാസനം കൈയടക്കി അല്ലെ. അവരെയൊക്കെ മറ്റുള്ള ദേവന്മാരും എല്ലാവരും എന്തായി? ഹിരണ്യകശിപുവിന്റെ അടിമകളായി. ഇതിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ പറയുന്നു, സ്വർഗീയ ഗ്രഹങ്ങളിൽ ഹിരണ്യകശിപു അതിശക്തനായിരുന്നല്ലോ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒഴികെയുള്ള ദേവന്മാരെല്ലാം അയാൾക്ക് പാദസേവ ചെയ്യാൻ നിർബന്ധിതരായി. അനുസരിച്ചില്ലെങ്കിൽ അയാൾ അതികഠിനമായി ശിക്ഷിക്കുമെന്ന ഭീതിയും നിശ്ചയമായും അവർക്കെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഓരോരോ ആൾക്കാരും എല്ലാവരും യമരാജൻ വരെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലായി എല്ലാവരെയും നിയന്ത്രിക്കാൻ തുടങ്ങി. ഹിരണ്യകശിപു പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്താണ്? അവർക്കൊക്കെ അതികഠിനമായിട്ടുള്ള ശിക്ഷയും നൽകുമായിരുന്നു. ഇതിനെ പേടിച്ചിട്ട് അവരൊക്കെ അദ്ദേഹത്തിന് പാദസേവനങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. ഇവിടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ
ഹിരണ്യകശിപുവിനെ വേനൻ എന്നുള്ള ആ രാജാവുമായിട്ട് താരതമ്യം ചെയ്യുന്നു എന്ന് പറയും. എന്നാൽ വേനന് ആ തപസ്സികളായിട്ടുള്ള ഭൃഗു മഹർഷിയെ പോലുള്ളവരൊക്കെ ഭയമുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ വേനന്റെ ഒക്കെ കാര്യങ്ങൾ നേരത്തെ പഠിക്കുകയുണ്ടായി അല്ലെ? വേനന്റെ ആ ശരീരം എന്താണ്, വേനൻ എന്താണ്, ആരെയും യത്നങ്ങളോ പൂജകളോ ഭക്തിത സേവനങ്ങളോ ഒന്നും അനുഷ്ഠിക്കാൻ, തപശ്ചര്യകളോ ഒന്നും അനുഷ്ഠിക്കുവാൻ വിടാതെ എല്ലാവരെയും ബ്രാഹ്മണരെയും എല്ലാവരെയും ദ്രോഹിച്ചിരുന്നു അല്ലെ? അതിന്റെ ഫലമായിട്ട് ഭൂമിയിലേക്ക് പോലും കോപിക്കുകയും അല്ലെ, ധാന്യങ്ങളും വെള്ളവും ഒന്നും തന്നെ ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അല്ലെ? പിന്നീട് ആ ബ്രാഹ്മണരൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തെ ആ അഥർവവേദത്തിലുള്ള ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലി പൂജകൾ ചെയ്യും, അദ്ദേഹത്തെ വധിക്കുകയും അദ്ദേഹത്തിന്റെ ആ ശരീരം അല്ലെ എണ്ണത്തോണിക്ക് സൂക്ഷിക്കുക ഒക്കെ ചെയ്തു. നേരത്തെ അതൊക്കെ വിവരിച്ചു. അപ്പോ ഈ വേണൻ അത്രയും ദ്രോഹങ്ങൾ ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തിന് അല്പമെങ്കിലും ഭയമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വേനരാജാവ് നിരീശ്വരനും വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെ അവഹേളിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നവനായിരുന്നെങ്കിലും വേനന് ഭൃഗുവിനെ പോലുള്ള ചില മഹാമുനിമാരെ ഭയമുണ്ടായിരുന്നു. ഹിരണ്യകശിപുവാവട്ടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ ഒഴികെയുള്ളവരെ എല്ലാം തന്റെ നിയന്ത്രണത്തിലാക്കി ഭീകരഭരണം നടത്തിയതിനാൽ എല്ലാവരും അവനെ ഭയപ്പെട്ടു. ഹിരണ്യകശിപു ഭൃഗുവിനെ പോലുള്ള മുനിമാരാൽ ശപിച്ച് ഭസ്മമാക്കപ്പെടാതിരിക്കുവാൻ ജാഗ്രതയുള്ളതായിരുന്നതിനാൽ അവരുടെയൊക്കെ സിദ്ധികളെ അതിജീവിക്കുവാനുള്ള ശക്തി തപശ്ചര്യകളാൽ മുൻകൂട്ടി നേടുകയും ആ വിധത്തിൽ അവരെയൊക്കെ തന്റെ അധീനത്തിലാക്കുകയും ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞല്ലേ, വേറെ ഗ്രഹങ്ങളിലുള്ളവരോ അല്ലെ ആരും തന്നെ വധിക്കരുത്, ഇതൊക്കെ നേരത്തെ വാങ്ങിക്കുകയുണ്ടായി അല്ലെ? എന്താണ്, പല ആൾക്കാരിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ചിട്ട് തീർച്ചയായിട്ടും അല്ലെ ശാപമോ മറ്റുള്ള ദ്രോഹമോ ഏൽക്കാതിരിക്കുവാനായിട്ട് ഇതൊക്കെ മുൻകൂട്ടി എല്ലാം മുൻകരുതലുകളും എടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരെയും പേടിയില്ല. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരൊഴികെ മറ്റുള്ളവരെ എല്ലാവരെയും തന്റെ നിയന്ത്രണത്തിന് കീഴിലാക്കി അധീനത്തിലാക്കി എന്നാണ് പറയുന്നത്. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ ഉയർത്തപ്പെടുന്ന ഉന്നത ഗ്രഹങ്ങളിൽ പോലും ഹിരണ്യകശിപുവിനെ പോലുള്ള അസുരന്മാർ സൃഷ്ടിക്കുന്ന ദ്രോഹങ്ങൾ അവരെ അസ്വസ്ഥരാക്കുന്നതെന്ന് ഇതിൽ കാണപ്പെടുന്നു. ലോകങ്ങളിലെ ആർക്കും തന്നെ ദ്രോഹരഹിതമായി സമാധാനത്തോടും സമൃദ്ധിയോടും ജീവിക്കുവാൻ കഴിച്ചില്ല. ഊർധ്വ മധ്യ അധോ ലോകങ്ങളിലുള്ള എല്ലാവരും ഭയപ്പെടുന്നു ഹിരണ്യകശിപുവിനെ. അദ്ദേഹത്തിന്റെ ദ്രോഹങ്ങൾ കാരണം ജീവിക്കുവാൻ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. പതിമൂന്നാമത് ശ്ലോകം, അല്ലയോ രാജാവേ, ഹിരണ്യകശിപു എപ്പോഴും രൂക്ഷഗന്ധമുള്ള വീഞ്ഞുകളും മദ്യങ്ങളും പാനം ചെയ്യുമായിരുന്നു. അതിനാൽ ചെമ്പിന്റെ നിറമുള്ള അവന്റെ കണ്ണുകൾ സദാ വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു. അവൻ വെറുപ്പുളവാക്കുന്നവനായിരുന്നെങ്കിലും നിഗൂഢയോഗത്താൽ കഠിന തപസ്സനുഷ്ഠിച്ചതിനാൽ 3 മുഖ്യദേവന്മാരെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒഴികെയുള്ള എല്ലാവരും അയാളെ സംതൃപ്തനാക്കുന്നതിന് സ്വന്തം കൈകളാൽ പാരിതോഷികങ്ങൾ സമർപ്പിച്ച് ആരാധിച്ചിരുന്നു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ. ഗ്രന്ഥരായ ശ്രീമദ് ഭാഗവതം की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताई गौर प्रेमानंदे हरि हरि बोल. हरे कृष्ण. वंशकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो श्रील प्रभुपाद की जय, गुरु महाराज की जय. ബ്രഹ്മാവ് എന്ത് ഈസി ആയിട്ടാണ് ബ്രഹ്മാവിന് ആ വരം കൊടുത്ത് തഥാസ്തു എന്ന് പറഞ്ഞിട്ട് പോയി അതിന്റെ ഭവിഷ്യത്തുകള് അനുഭവിക്കുന്നത് ദേവന്മാരല്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു. हरे कृष्णा प्रभु जी, थैंक यू प्रभु जी. हरे कृष्णा. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ.
സത്യം വിദാത നിജവിദ്യഭാസിത യാതി യമുദേശി അഭിമുഖാമി അതുഷ്പ്രദസ്യ മുദരു ഉത്വഹൻ തമ്മേ തവായ നമഗമ്യ മുസം വാഞ്ചകപദരു തേസ ഭക്തി ഹരേ കൃഷ്ണ. ജഗന്നാഥ്. ഹരേ കൃഷ്ണ ജഗന്നാഥ്. ഹരേ കൃഷ്ണ മോനെ. ഹരേ കൃഷ്ണ. ജഗന്നാഥ്. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. വഞ്ചകർ ഹരേ കൃഷ്ണ.